നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 15 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 16-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഒന്നുകൂടി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. പാർത്ഥ എന്ന് സംബോധന ചെയ്യാം. അല്ലയോ അർജുന, ഇഹ ഇവിടെ, അതായത് ഈ ലോകത്തിൽ, യഹ് ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി. യഹ് എന്ന് വെച്ചാൽ ആരാണോ, ഏവം ഇങ്ങനെ, ഇപ്രകാരത്തിൽ എന്നൊക്കെ അർത്ഥം, പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ, അതായത് ഈ യജ്ഞചക്രത്തെ, യജ്ഞകർമ്മ ചക്രത്തെ അനുവർത്തിക്കാതിരിക്കുന്നത്, അഘായു പാപായുസ്സും ഇന്ദ്രിയാരാമ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയവനുമായ സ അവൻ മോഘം ജീവതി നിഷ്പ്രയോജനമായി ജീവിക്കുന്നു. എന്ന് വെച്ചാൽ മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഈ ലോകം എന്ന് പറഞ്ഞാൽ കർമ്മചക്രത്തിൻ്റെ സ്വരൂപമാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ യഥാർത്ഥ മർമ്മമറിഞ്ഞ് വളരെ വിവേകത്തോടെ ആത്മശുദ്ധിക്കും മോക്ഷപ്രാപ്തിക്കും വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത്. അങ്ങനെ കർമ്മബദ്ധമായിരിക്കുന്ന ഈ ലോകത്തിൽ തൻ്റെ ലക്ഷ്യം മനസ്സിലുറപ്പിച്ച് അത് നേടാനായി യജ്ഞരൂപത്തിലുള്ള കർമ്മം ചെയ്ത് മുന്നോട്ടു പോയാൽ അവരുടെ കർമ്മവാസന ഒടുങ്ങുകയും ആനന്ദമയമായ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ അഹങ്കാരം നിമിത്തം യജ്ഞങ്ങൾ അനുഷ്ഠിക്കാത്ത ഒരാളുടെ കർമ്മവാസനകൾ കൂടിക്കൂടി വന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകി, എന്നാൽ അതിൽ നിന്നും തൃപ്തി ലഭിക്കാതെ അവസാനം താൻ ഒന്നും നേടിയില്ലല്ലോ എന്ന ചിന്തയോടെ ജീവിതം അവസാനിക്കുന്നു. അവർ വളരെ നിരാശയോടും ക്ലേശത്തോടും കൂടിയാണ് ഇഹലോകത്തിൽ നിന്നും പോകുന്നത്. അവൻ്റെ ആ ജീവിതം തന്നെ നിഷ്ഫലമായി തീരും. അതുകൊണ്ട് ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ജീവിതം നിഷ്ഫലമാക്കാതെ നേരത്തെ പറഞ്ഞ ആ പ്രകൃതിയും കർമ്മവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി യജ്ഞമാകുന്ന ആ കർമ്മചക്രത്തെ അനുസരിച്ച് ജീവിച്ചാൽ ആത്മാനന്ദം അനുഭവിച്ച് സന്തുഷ്ടരായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ അർജുനനോട് തൻ്റെ കർത്തവ്യമായ ആ കർമ്മങ്ങൾ ഫലാപേക്ഷ കൂടാതെ ചെയ്യണം എന്ന് ഉപദേശിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. ഒന്നും കൂടി. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഹ് മാനവഃ തു, ഏതൊരു മനുഷ്യനാണോ, ആത്മരതി ഏവ ആത്മാവിൽ തന്നെ രമിക്കുന്നവനും, ആത്മതൃപ്തഃ ച ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവനായും, ആത്മനി ഏവ സന്തുഷ്ടഃ ച സ്യാത് ആത്മാവിൽ തന്നെ സന്തുഷ്ടനായും ഇരിക്കുന്നത്, തസ്യ കാര്യം ന വിദ്യതേ അയാൾക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കർമ്മവാസന ക്ഷയിപ്പിക്കാനായിട്ടാണ് കർമ്മം ചെയ്യാൻ, യജ്ഞരൂപേണ കർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ യജ്ഞരൂപത്തിലുള്ള കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആത്മാവിൽ തൃപ്തനായിരിക്കുന്ന ഒരാൾക്ക്, ആത്മജ്ഞാനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ ഒരേപോലെയാണ്.
അയാൾക്ക് ഇനി ഇവിടുന്നൊന്നും ലഭിക്കാനോ അനുഭവിക്കാനോ ആയിട്ടൊന്നുമില്ല. അപ്പൊ അയാളോട് യജ്ഞരൂപമായ കർമ്മം ചെയ്യണം എന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ലോകത്ത് പലതും ആഗ്രഹിക്കുകയും അത് കിട്ടാനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളോടാണ് യജ്ഞരൂപമായ കർമ്മം ചെയ്ത് ജീവിക്കണം എന്ന് ഉപദേശിക്കുന്നത്. അല്ലാതെ ബ്രഹ്മചാരികളോടോ വാനപ്രസ്ഥരോടോ സന്യാസിമാരോടോ ഒന്നുമല്ല ഈ ഉപദേശം നൽകുന്നത്. ഗൃഹസ്ഥാശ്രമികളാണ് ഈ കർമ്മയോഗത്തിന് ഏറ്റവും ഉത്തമരായ അധികാരികൾ. ഇവിടെ കർമ്മബദ്ധരായ ഗൃഹസ്ഥന്മാരോടാണ് ഈ കർമ്മയോഗത്തെ ഉപദേശിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി അടുത്ത ശ്ലോകം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. തസ്യ അവന്, കൃതേന അർത്ഥ ന ഏവ കൃതമായ, അതായത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് ഉണ്ടാക്കേണ്ടതായിട്ട് ഒന്നും ഇല്ല. ഇഹ അകൃതേന കശ്ചന ന, ഇവർക്ക് ഈ ലോകത്തില് കർമ്മം ചെയ്യാത്തത് കൊണ്ട് ഒരു ദോഷവുമില്ലതാനും. അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ ച ന, അവന് സർവഭൂതങ്ങളെയും, അതായത് ഈ പ്രപഞ്ചത്തിലെ ഒരു ഘടകത്തിനെയും ഒന്നിനു വേണ്ടിയും ആശ്രയിക്കേണ്ടതുമില്ല. അതായത് ഒരാള് സംതൃപ്തനായി കഴിഞ്ഞാൽ പിന്നെ അത് നേടിയെടുത്തിട്ടുള്ള മാർഗത്തിന് പ്രസക്തി ഇല്ലാതെയായിത്തീരുന്നു. അതുകൊണ്ട് ഒരാള് ആത്മാനന്ദത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ ആയിക്കഴിഞ്ഞാൽ അയാള് പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ദോഷവുമില്ല. പിന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ ഗൃഹസ്ഥന്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹത്തിന് പലതിലും പ്രതീക്ഷയും പലതിനോടും പ്രത്യേക മമതയും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയോടാണ് ഈ കർമ്മയോഗ വ്യവസ്ഥയെക്കുറിച്ചിട്ട് പ്രത്യേകം ഉപദേശിക്കുന്നത്. ഈ ആത്മജ്ഞാനം നേടിയെടുത്താൽ പിന്നെ ഈ സാധനകളൊന്നും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ